ദൈവത്തെ സ്തുതിപ്പാൻ ഒരുക്കുന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. I thank the Lord for the grace He has shown us to come into His presence after a week. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഫാസ്റ്റിംഗ് പെരായിട്ട് കഴിഞ്ഞ സാറ്റർഡേ കടന്നു വരുവാൻ ഇടയായി തീർന്നു. വളരെ ചുരുക്കം പേര് മാത്രമേ ഫാസ്റ്റിംഗ് പേരിലുണ്ടായിരുന്നു. അടുത്ത പ്രാവശ്യം അങ്ങനെ ആകരുത്. എല്ലാവരും ഒരുമിച്ച് കടന്നു വന്ന് നമ്മുടെ ഫാസ്റ്റിംഗ് പേരിൽ ദൈവത്തെ സ്തുതിക്കുവാൻ ആരാധിപ്പാൻ ഇടയായി തീരണം. Last Saturday we were able to gather together as a fasting prayer. Only very few people were in attendance. Next time could you please make sure you attend. Praise the Lord. നമ്മൾ വായിച്ച ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരാം. ദൈവത്തിൻ്റെ വചനമാണല്ലോ നമ്മളെ ശക്തീകരിക്കുകയും നമ്മളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത്. Let us come to the scriptures that we have just read. After all, it is the scriptures that give us strength and power. ഇന്ന് വൽക്കാലം നമ്മൾ വായിക്കുവാനിടയായി തീർന്നത് സദൃശവാക്യങ്ങൾ 22-ാം അധ്യായമാണല്ലോ. Today we have read from Proverbs chapter 22. ഹല്ലേലൂയ. അതിൻ്റെ ഒന്നാമത്തെ വാക്യം നമുക്ക് നോക്കാം. Let's go to verse 1 please. A good name is to be chosen rather than great riches, loving favor rather than silver and gold. പ്രൈസ് ദി ലോർഡ്. അല്പനേരം നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്ന വിഷയം കൃപയെന്നുള്ളതാണ്. Today we want to meditate on the topic of grace. ഇന്ന് പ്രാർത്ഥിച്ച പ്രശോഭരോട് പറയുവാൻ ഇടയായി തീർന്നു. കൃപയെപ്പറ്റി ഒന്ന് രണ്ട് വാക്കുകൾ പറയുവാൻ ഇടയായി തീർന്നു. Today as Brother Prashov was praying, he mentioned the word grace a few times. ഹല്ലേലൂയ. കൃപയെപ്പറ്റി നോക്കിക്കഴിഞ്ഞാൽ ഗ്രീക്ക് വാക്കിൽ ചാരിസ് എന്ന വാക്കാണ് ഗ്രീക്ക് വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. If we look at the word root of the word grace, we can see that it comes from the Greek word charis. അതിൻ്റെ അർത്ഥത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ അനർഹമായ അനുകമ്പ, ദാനം, ദയ എന്നിവയെപ്പറ്റി കാണുവാനിടയായി തീരും. And if we look at the meaning of the word charis, it can be translated as unmerited favor, unmerited mercy from God. നമ്മൾ പാപികളായിരുന്നപ്പോൾ ദൈവമായ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ പാപത്തെ ഓർക്കാതെ അനർഹമായ ദയ നമ്മുടെ മേൽ പകരുവാനിടയാക്കി തീർത്തു. Even as we were sinners, the Lord gave us unmerited favor and mercy into our lives. അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം പകരുന്ന കൃപയാണ് ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെ അദൃശ്യമായ കൃപയെന്ന് കാണുവാനിടയായി തീരും. It is the unmerited favor that the Lord shows us that is given as the word grace. ഹല്ലേലൂയ. നമ്മുടെ സദൃശവാക്യത്തിൽ ജ്ഞാനിയായ ശലോമോൻ വിളിച്ചു പറയുന്നത് അനവധി സമ്പത്തുണ്ടായാലും സൽകീർത്തി ഉണ്ടായാലും വെള്ളിയും പൊന്നും ഉണ്ടായാലും അതിൽ ഏറ്റവും നല്ലത് ദൈവത്തിൻ്റെ കൃപയാണെന്ന്. Here King Solomon, who is the wisest of the wise, says that having the favor of God is more valuable than many great riches and silver and gold. നമ്മൾ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് സമ്പത്ത് ആവശ്യമാണ്. എന്നാൽ അതിനേക്കാൾ ഉപരിയായി സൽകീർത്തി ഉണ്ടെങ്കിലും അല്ലെങ്കിൽ അനേകം പൊന്നോ വെള്ളിയോ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും കൃപയില്ലെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒന്നുമില്ല. When we live in this world, we need money to survive. But at the same time, if we do not have the favor of God, it does not matter how much silver and gold and other properties we have. ദൈവത്തിൻ്റെ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് കൃപ ലഭിച്ചത് നോഹയ്ക്ക് ലഭിക്കുവാനിടയായി തീർന്നു. ദൈവത്തിൻ്റെ കൃപ. If we look at the scriptures, we can see that it was Noah who first received the grace of God. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നാൽ നോവയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. But Noah found grace in the eyes of the Lord. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചെന്ന് കാണുന്നു. In verse 8 we can see that Noah found grace in the presence of the Lord. കൃപ ലഭിക്കുവാൻ നമ്മൾ എന്തെല്ലാം കാര്യം ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. Let us see what we must do to obtain grace. അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു, ദൈവത്തോടൊപ്പം നടക്കുന്നവനുമായിരുന്നു. In verse 9 we see that Noah was a just man, perfect in his generation, and he walked with God. എന്തുകൊണ്ട് നോഹയ്ക്ക് കൃപ ലഭിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ ഒന്നാമത് നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു, ദൈവത്തോടൊപ്പം നടക്കുന്നവനായിരുന്നു. If we examine why Noah received the grace of God, we can see that he was a just man, he was a perfect man, and he walked with God. ഞായറാഴ്ച കടന്നു വരുമ്പോൾ മാത്രമല്ല ദൈവത്തോടൊപ്പം നടക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും നീതിമാനായിരിക്കേണ്ടത് എല്ലാ ദിവസവും ഹല്ലേലൂയ ദൈവത്തോടൊപ്പം നടക്കുവാൻ നിഷ്കളങ്കതയോടെ ദൈവകൃപയോടെ ജീവിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനിടയായി തീരും. It is not just on Sundays we must walk with God, but rather every day of the week we must walk with God and walk in justice and peace. 1 രാജാക്കന്മാർ 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അതിന് ശലോമോൻ പറഞ്ഞത് എന്തെന്നാൽ, എൻ്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാത്മയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിനൊത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്തു. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളതുപോലെ അവൻ്റെ സിംഹാസനത്തിലിരിപ്പാൻ അവന് ഒരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. 1 Kings 3:6 And Solomon said, You have shown great mercy to your servant David my father, because he walked before you in truth, in righteousness, and in uprightness of heart with you. You have continued this great kindness for him, and you've given him a son to sit on his throne as it is this day. ഇവിടെ ശലോമോൻ പറയുന്നതാണ്,
ദാവീദിന് എങ്ങനെ കൃപ ലഭിക്കുവാനിടയായി തീർന്നെന്ന്. Here King Solomon describes how his father David obtained grace before God. ദാവീദ് ദൈവസന്നിധിയിൽ സത്യത്തോടെ നടക്കുവാനിടയായി തീർന്നു. David walked before the Lord in truth. താൻ ചെയ്ത കാര്യങ്ങൾ നീതിയോടെ ചെയ്യുവാനിടയായി. He walked in righteousness. അതിലുപരിയായി ഹൃദയ പരമാർത്ഥതയോടെ ദൈവത്തിന് മുൻപാകെ നടക്കുവാനിടയായി തീർന്നു. And he walked in uprightness of heart. അതിനെന്തറിയാമോ, ചെറിയ കൃപയല്ല, വലിയ കൃപ അവന് ദൈവം നൽകുവാനിടയായി തീർന്നു. And because of that, God gave him great favor and great grace. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഓർപ്പിക്കാനുള്ളത്, നമ്മൾ ദൈവസ്ഥാനത്തിലായിരിക്കുമ്പോൾ ഹൃദയ പരമാർത്ഥതയോടും സത്യതയോടും നീതിയോടും പരമാർത്ഥതയോടും നടക്കുന്നുവെങ്കിൽ ആ ദൈവത്തിന്റെ വലിയ കൃപ നമ്മുടെ മേൽ ദൈവത്തിന്റെ കർത്താവ് നൽകുവാനിടയായി തീരും. I want to remind you, children of God, that if you walk in truth, in righteousness, and with uprightness of heart before the Lord, then He will show you great mercy and kindness. കൃപ എന്ന് പറയുന്നത് അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം പകരുന്നതാണ് കൃപ എന്ന് പറയുന്നത്. Grace is something that the Lord shows as an unmerited favor. എസ്തേർ രാജ്ഞിയുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എസ്തേർ 5:2 ഹാലയിൽ നമുക്ക് നോക്കാം. Let's go to book of Esther chapter 5 verse 2 please. എസ്തേർ രാജ്ഞി പ്രാകാരത്തിൽ നിൽക്കുന്നത് രാജാവ് കണ്ടപ്പോൾ അവൻ അവളോട് കൃപ തോന്നി തൻ്റെ കയ്യിലിരുന്ന പൊൻചെങ്കോൽ രാജാവ് എസ്തേറിൻ്റെ നേരെ നീട്ടി. എസ്തേർ അടുത്തു ചെന്ന് ചെങ്കോലിൻ്റെ അഗ്രം തൊട്ടു. So it was, when the king saw Queen Esther standing in the court, that she found favor in his sight, and the king held out to Esther the golden scepter that was in his hand. Then Esther went near and touched the top of the scepter. അഹസ്വേരോസ് രാജാവിൻ്റെ വാഴ്ചയുടെ കാലത്ത് എസ്തേർ രാജ്ഞി ഹല്ലേലൂയ രാജാവിൻ്റെ അടുത്ത് ചെല്ലുവാൻ രാജകൽപ്പന ഇല്ല എങ്കിലും ഹല്ലേലൂയ യഹൂദന്മാരുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നറിയാമോ അവർ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ഇരിക്കുമ്പോൾ എസ്തേർ രാജ്ഞി രാജാവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുവാനിടയായി തീർന്നു. Here we see Queen Esther gambling with her life as her compatriots fasted for her so that she would find grace from King Ahasuerus. ഇവിടെ വായിക്കുവാനിടയായി തീർന്നത് എസ്തേർ രാജ്ഞിയോട് ദൈവത്തിന് രാജാവിന് കൃപ തോന്നുവാനിടയായി തീർന്നു. And here we see King Ahasuerus showing great favor to Queen Esther. ഹല്ലേലൂയ. കൃപ തോന്നിയില്ല എങ്കിൽ എസ്തേർ രാജ്ഞിയെ കൊന്നുകളയുവാനിടയായി തീരും. അത്രത്തോളം രാജാവിൻ്റെ കൽപ്പന പ്രവർത്തിപ്പിക്കുവാൻ തനിക്ക് കഴിയുവാനിടയായി തീരും. But if she had not found favor with the king, then she would be executed immediately because the king's command always stood. ഇവിടെ കാണുന്നത് രാജാവ് തൻ്റെ കയ്യിലിരിക്കുന്ന പൊൻചെങ്കോൽ നീട്ടുവാനിടയായി തീർന്നു. എസ്തേർ രാജ്ഞി അതിലേക്ക് തൊടുവാനിടയായി തീർന്നു. Here we see the king holding out his golden scepter to the queen, and Esther touched the top of the scepter. ഇതുപോലെ നമ്മൾ ഹല്ലേലൂയ ദൈവസ്ഥനിലേക്ക് അടുത്ത് ചെല്ലുവാൻ ഒരു യോഗ്യതയും ഇല്ലാതിരുന്നപ്പോൾ കാൽവരി ക്രൂശിനുമേൽ നമുക്ക് വേണ്ടി യേശു കർത്താവ് ഹല്ലേലൂയ യാഗമായി തീർന്നത് മുഖാന്തരമാണ് ദൈവസ്ഥനിലേക്ക് നമ്മൾ ചെല്ലുവാനിടയായി തീർന്നത്. And just like how Queen Esther was able to approach the king when we were separated from God because of our sins, the Lord sent his only son and made him a sacrifice for us and brought us close to him through his sacrifice. അത് നമ്മൾ ചെയ്ത നീതി പ്രവൃത്തി കൊണ്ടോ അല്ല നമ്മുടെ കഴിവുകൊണ്ടോ മിടുക്കുകൊണ്ടോ ഒന്നുമല്ല, ദൈവത്തിന്റെ കൃപയൊന്നു മാത്രമാണ് ഹല്ലേലൂയ ആ ദൈവസ്ഥനിലേക്ക് നമ്മളെ അടുപ്പിക്കുവാനിടയായി തീർന്നത്. And this was not because of any holy deeds or just deeds that we did, but because of God's unmerited favor in our lives that we are standing in the presence of God today. സങ്കീർത്തനക്കാരൻ പറയുന്നത് കൃപ ലഭിക്കണമെങ്കിൽ നമ്മൾ എവിടെ ചെല്ലണമെന്ന് വായിക്കുവാനിടയായി തീരും. If we look at the Psalms, we can see the psalmist telling us what we must do to obtain grace. സങ്കീർത്തനം 5:7 നമുക്ക് നോക്കാം. Let's go to Psalm 5 verse 7 please. ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെന്ന് നിന്റെ വിശുദ്ധ മന്ദിരത്തിന് നേരെ നിങ്കിലുള്ള ഭക്തിയോടെ ആരാധിക്കും. But as for me, I will come into your house in the multitude of your mercy. In fear of you, I will worship toward your holy temple. ഇവിടെ വായിക്കുന്നത് വീട്ടിലിരുന്നാൽ കൃപ ലഭിക്കത്തില്ല. ഹല്ലേലൂയ. സങ്കീർത്തനത്തിൽ പറയുന്നത് ഞാനോ നിന്റെ കൃപയുടെ ബഹുത്വത്താൽ നിന്റെ ആലയത്തിലേക്ക് ചെല്ലുവാനിടയായി തീരും. If we want to find grace, we will not find it when sitting alone in our homes, but rather we will find it in the presence of the Lord as we come into his temple. ആലയത്തിൽ വന്നിരുന്നാൽ മാത്രം പോരാ, നിന്റെ വിശുദ്ധ മന്ദിരത്തിൽ നോക്കി നിങ്ങളുടെ ഭക്തിയോടെ നിന്നെ ആരാധിക്കുവാനിടയായി തീരും. And not just showing up is enough to obtain grace, but rather when we come into his temple, we must do so in holiness and in worship. ഞായറാഴ്ച ആരാധിക്കാൻ വന്ന ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഇന്ന് പൽക്കാല ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ ദൈവസന്നിധിയിൽ ഭക്തിയോടെ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ ആരാധന ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുവാനിടയായി തീരും. Today, if you come into his presence with asking of forgiveness and in holiness, then you will find the presence of the Lord mightily working in your presence. പഴയ നിയമകാലത്ത് ആരാധന കണ്ടിട്ട് മടങ്ങി പോകുമ്പോൾ, പുതിയ നിയമകാലത്ത് അങ്ങനെയല്ല, കൃപാസനത്തിന്റെ അടുത്തോടെ ചെന്നിട്ട് ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും അല്ലെ ദൈവ തേജസ് കണ്ടിട്ട് മടങ്ങി പോകുവാനും ഇടയായി തീരും.
In the Old Testament times, you were a mere spectator of worship, but today you are supposed to come close to the mercy seat and ask for the Lord's presence, and then you will go home with His grace. ദൈവത്തിന്റെ വചനത്തിൽ കാണുന്ന ദൈവത്തിന്റെ പ്രത്യേകതയെപ്പറ്റി സങ്കീർത്തനം 145-8 വാക്യം നമുക്ക് വായിക്കാം. യഹോവ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ളവൻ. The Lord is gracious and full of compassion, slow to anger and great in mercy. ലോകത്തിലുള്ള മനുഷ്യർക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ് ഇവിടെ കാണുവാൻ ഇടയായി തീരുന്നത്. നമ്മുടെ ദൈവം കൃപയും കരുണയും ദീർഘക്ഷമയുള്ള ദൈവമാണ്. Here we can see how the Lord is different from the people that we see around us in this world. The Lord is gracious, He's full of compassion, slow to anger and great in mercy. ഹല്ലേലൂയ, സ്തോത്രം. മനുഷ്യർക്ക് പലപ്പോഴും കരുണയും ദീർഘക്ഷമയും മഹാദയും നഷ്ടപ്പെട്ടു പോകുമ്പോൾ ന്യൂസ് പേപ്പർ നമ്മൾ വായിക്കുമ്പോൾ പലപ്പോഴും നമുക്ക് കാണുവാനിടയായി തീരും. എന്നാൽ ദൈവസ്ഥലിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ എത്ര പാപം ചെയ്താലും യേശുവിൻ്റെ രക്തത്താൽ അടുത്ത് ചെന്ന് കഴുകൽ ശുദ്ധീകരണത്തോടെ നമുക്ക് മടങ്ങിപ്പോകുവാനിടയായി തീരും. As the worldly man seeks to operate without mercy and compassion, as we go into the Lord's presence, we can, no matter how deep our sin is, the Lord is capable of forgiving us. നമ്മൾ ചെയ്ത പാപത്തിന് നമ്മൾ എന്നേ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടേണ്ടതായിരുന്നു. ദൈവത്തിൻ്റെ മഹാദയയും കൃപയും കൊണ്ടാണ് ഇന്ന് ഞാനും നിങ്ങളും ജീവിച്ചിരിക്കുന്നത്. We should have been removed from this earth because of the sins that we had done and because of the gravity of our sins. But the Lord, in His great mercy, has sustained us to this day. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായിട്ട് കൃപ ലഭിച്ചത് യേശുവിൻ്റെ അമ്മ മറിയയ്ക്കാണ്. When we come into the New Testament, we can see that the first person to receive grace from the Lord was the mother of Jesus, Mary. ലൂക്കോസ് 28 28, 29, 30 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ദൂതൻ അവളുടെ അടുക്കൽ ചെന്നു, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം, കർത്താവ് നിന്നോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞു. അവൾ ആ വാക്ക് കേട്ട് ഭ്രമിച്ചു, ഇത് എന്തൊരു വന്ദനമെന്ന് വിചാരിച്ചു. ദൂതൻ അവളോട്, മറിയയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. Luke 1:28. And having come in, the angel said to her, Rejoice, highly favored one, the Lord is with you. Blessed are you among women. But when she saw him, she was troubled at his saying, and considered what manner of greeting this was. Then the angel said to her, Do not be afraid, Mary, for you have found favor with God. ദൂതൻ മറിയയുടെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിക്കുവാനിടയായി തീർന്നെന്ന്. Here we see the angel coming close to Mary and saying, Mary, you have found favor with God. ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ധാരാളമായ കൃപ ലഭിച്ചിട്ട് മാത്രമേ നമ്മൾ ഇവിടുന്ന് കടന്നു പോകാവൂ. Today we must only return to our homes from this place after having found favor with the Lord. ആ കൃപയുടെ വന്ദനസ്വരം നമ്മുടെ കാതിന്മേൽ കേൾക്കുവാനിടയായി തീരണം. We must hear the beautiful sounds of His grace in our ears before going. മാനുഷിക ശബ്ദങ്ങൾ പലപ്പോഴും നമ്മൾ കേൾക്കുമ്പോൾ തളർന്നു പോകുമ്പോൾ ഇന്ന് പൽക്കാലം ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് നമ്മൾ ബലപ്പെടുവാനിടയായി തീരണം. And sometimes we may be weakened by the sounds that we hear from our fellow people, but we must be strengthened by the sounds that we hear from the Lord. ആ കാലത്ത് ജീവിച്ചിരുന്ന വിശുദ്ധിയായ സ്ത്രീയായിരുന്നു യേശുവിൻ്റെ അമ്മ മറിയ. Mary, the mother of Jesus, was a holy woman who lived in that period. ഇതുവരെയും കേൾക്കാത്ത ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ മറിയ ഭ്രമിക്കുവാനിടയായി തീർന്നു. Mary was seriously afraid when she heard a sound that she had never heard before. 30-ാമത്തെ വാക്യത്തിൽ വായിക്കുന്ന ദൂതൻ അവളോട് പറയുകയാണ്, മറിയേ നീ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചിരിക്കുന്നെന്ന്. In verse 30 we see the angel saying to her, Do not be afraid, Mary, for you have found favor with God. ഇന്ന് പൽക്കാലം ദൈവത്തിന്റെ ധാരാളമായ കൃപ പ്രാപിച്ചിട്ട് അനുഗ്രഹത്തോടെ ബലത്തോടെ ഹല്ലേലൂയ പോകുമ്പോൾ ഹൃദയത്തിൽ വലിയ സന്തോഷമുണ്ടാകുവാനിടയായി തീരും. Today, if you find favor with God, then you will go home in strength and in peace. ഈ കൃപ ലഭിക്കുന്ന റോമാലേഖനം 3-ാം നമുക്ക് നോക്കാം. അവൻ്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. Being justified freely by His grace through the redemption that is in Christ Jesus. ലോകത്തിലുള്ള ഓരോ കാര്യങ്ങൾ വാങ്ങിക്കുവാൻ നമ്മൾ പണം കൊടുക്കണം. എന്നാൽ ഇവിടെ കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ വായിക്കുന്നത് സൗജന്യമായിട്ടാണ് ദൈവസ്ഥനിൽ നമുക്ക് കൃപ ലഭിക്കുന്നത് കാണുവാനിടയായി തീരും. To get something in this world, you often have to pay for it. But here we see in the scriptures that the Lord's grace is obtained freely. റോമാലേഖനത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, അവൻ്റെ കൃപയാൽ യേശു ക്രിസ്തുവിലുള്ള വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ ദൈവമായ കർത്താവ് നമ്മളെ ഓരോ ദിവസവും നീതീകരിക്കുന്നത്. Here
we see in Romans chapter 3 that the Lord gives His grace freely so that we might be redeemed in His presence through the blood of His Son Jesus Christ. നമ്മുടെ പുണ്യപ്രവൃത്തി കൊണ്ടല്ല നമുക്ക് നീതിയും കൃപയും ലഭിക്കുന്നത്, അത് സൗജന്യമായി ദൈവത്തിന്റെ ദാനമായി നമ്മുടെ മേൽ പകരുന്നതാണ് ദൈവത്തിന്റെ കൃപ എന്ന് പറയുന്നത്. We do not receive the favor and grace of God by some holy deed that we did, but rather only through His unmerited favor that He showered upon us through His Son Jesus Christ. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ദൈവത്തിന്റെ കൃപ നമ്മൾ സൗജന്യമായി മറ്റുള്ളവർക്ക് നമ്മൾ കൊടുക്കുവാനിടയായി തീരണം. The grace that we get from the Lord freely, we must freely give away to the people around us. ഈ ദൈവകൃപയിൽ നമുക്ക് എങ്ങനെ വർദ്ധിച്ചു വരാം നമുക്ക് നോക്കാം. Now let us examine how we can increase in the grace that the Lord gives us. റോമാലേഖനം 6:1 നോക്കാം. Let's go to Romans chapter 6 verse 1 please. ആകയാൽ എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് പാപം ചെയ്തുകൊണ്ടിരിക്കുകയെന്നോ ഒരു നാളും അരുത്. What shall we say then? Shall we continue in sin that grace may abound? Certainly not. നമ്മുടെ ജീവിതത്തിൽ കൃപ ഹല്ലേലൂയ വർദ്ധിക്കണമെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ പാപത്തിൽ നിന്ന് വിട്ടുമാറിയിരിക്കാനിടയായി തീരണം. If we want the grace that is in us to abound in us, then we must separate ourselves from sin. ഓരോ ദിവസം ചെയ്ത പാപവും ഏറ്റു പറയാതെ വീണ്ടും വീണ്ടും പാപത്തിൽ കിടന്നു കഴിഞ്ഞാൽ ആ കൃപ വർദ്ധിക്കുവാൻ പറ്റത്തില്ല. If we do not confess the sins that we inadvertently do and continue in a sinful life, then the grace will not abound in us. അതുകൊണ്ട് അപ്പോസ്തലൻ പറയാണ്, ആകയാൽ നാം എന്തു പറയേണ്ടു? കൃപ പെരുകേണ്ടതിന് വീണ്ടും നമ്മൾ പാപം ചെയ്തുകൊണ്ടിരിക്കുകയോ എന്നോ. And that is why the apostle emphasizes here, what shall we say then? Shall we continue in sin that grace may abound? ഹല്ലേലൂയ. രണ്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് അതിന്റെ ഉത്തരം പറയുകയാണ്, ഒരു നാളും അരുത് എന്ന്. And then he answers his own questions by saying, certainly not. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ കൃപ വർദ്ധിക്കുവാനിടയായി തീരണം, പാപത്തിൽ നിന്ന് വിട്ടോടുവാനുള്ള ഹൃദയവും മനസ്സും എനിക്ക് നൽകണമേ നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം. So today we must be able to pray to the Lord, Lord, give me the strength and heart to stay away from sin. 2 Corinthians 4:15 കടന്നു വരാം. Let's go to 2 Corinthians chapter 4 verses 15 please. കൃപ പലരിലും പെരുകി ദൈവത്തിൻ്റെ മഹിമയ്ക്കായി സ്തോത്രം വർദ്ധിപ്പിക്കേണ്ടതിന് സകലവും നിങ്ങൾ നിമിത്തമല്ലോ ആകുന്നു. For all things are for your sakes, that grace, having spread through the many, may cause thanksgiving to abound to the glory of God. ഇവിടെ വായിക്കുന്ന നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ കൃപ പെരുകുവാനിടയായി തീരുമെന്ന്. Here we can see how grace can abound in our life. നമ്മൾ മിണ്ടായിരുന്നാൽ പറ്റത്തില്ല. ആരാധന കടന്നു വരുമ്പോൾ നമ്മൾ സ്തോത്രം ചെയ്യുമ്പോൾ, ആരാധിക്കുമ്പോൾ ഹല്ലേലൂയ കൃപ നമ്മുടെ ജീവിതത്തിൽ പെരുകുവാനിടയായി തീരും. Here we can see that as we come into the Lord's presence and give thanksgiving and praise to the Lord, then His grace will abound in us. ഇവിടെ വായിക്കുന്നത് കൃപ പലരിലും പെരുകിയ നിന്ന് പൽക്കാലം ഞായറാഴ്ച കടന്നു വന്നപ്പോൾ നമ്മൾ വന്നതുപോലുള്ള കൃപയിലല്ല കടന്നു പോകേണ്ടത്. സ്തോത്രങ്ങൾ സ്തുതികൾ നമ്മുടെ വായിൽ നിന്ന് പൊഴിയുമ്പോൾ ആ കൃപ നമ്മുടെ മേൽ അധികമായി പകരുവാനിടയായി തീരും. Here we see that grace spread through many, and this is when if you come into the Lord's presence with praise and thanksgiving, and then you will see the grace abounding in you. അതെന്തിനു ചോദിച്ചാൽ ദൈവത്തിന്റെ നാമ മഹത്വത്തിന് വേണ്ടിയാണ്. And why is it that way? It is for the glorification of the name of God. ദൈവത്തെ സ്തുതിക്കുന്നതും ആരാധിക്കുന്നതും ഹല്ലേലൂയ ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണ്. It is solely for the glorification of the name of the Lord that we praise and worship Him. അടുത്ത വാക്യം വായിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങൾ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചാലും അകത്തേമുള്ള മനുഷ്യൻ നാൾക്ക് നാൾ വർദ്ധിച്ചു വരുവാനിടയായി തീരും. And then we read what happens. Verse 16, therefore we do not lose heart, even though our outward man is perishing, yet the inward man is being renewed day by day. ഇവിടെ കാണും നമ്മൾ ഉപവസിക്കുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവനെന്നറിയാമോ ഒരു ശക്തിയോടെ കൃപയോടെ ദൈവസന്നിധിയിൽ ഓരോ ദിവസം വളർന്നു വരുവാനിടയായി തീരും. As we pray and fast in the Lord's presence, the outward man that we have might get weaker and weaker, but the inward man becomes renewed day by day. കൃപ ലഭിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യന് പുതുക്കം ഉണ്ടാകുവാനിടയായി തീരും. And the inward man in us will receive renewal from the Lord each day. ഹല്ലേലൂയ. ഇന്ന് പൽക്കാലം അകത്തെ മനുഷ്യന് ഓരോ ദിവസവും പുതുക്കം പ്രാപിച്ച് രൂപാന്തരം പ്രാപിച്ച് യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ എടുക്കപ്പെടുവാനിടയായി തീരണം. So our inward man should be capable of renewing himself every day and be ready to be received by the Lord as He comes in His second coming. അടുത്ത വാക്കിൽ വായിക്കുന്നത് ഞൊടി നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ സങ്കടങ്ങൾ കഷ്ടങ്ങൾ ഹല്ലേലൂയ നിത്യ തേജസ്സിന്റെ കനമോർത്ത് കഴിയുമ്പോൾ ഹല്ലേലൂയ ഇത് സാരമില്ല എന്ന് ഓർക്കുവാനിടയായി തീരും. In the next verse we see that the light affliction which we have for the moment is nothing compared to the exceeding and eternal glory that awaits us. നമ്മൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ കൃപ വർദ്ധിക്കുവാനിടയായി തീരും. As we go through affliction, the grace in us will abound. ഹല്ലേലൂയ. ആ കൃപ നിലനിൽക്കുന്ന കൃപയാണ്. And this is an everlasting
everlasting grace. ആ കഷ്ടതയെ പറ്റി പറയുന്നത് ഞൊടി നേരം മാത്രമേ ഉള്ളൂ ആ കഷ്ടത എന്ന് The പറയുന്നത്. affliction is described as merely for a moment. നിത്യതേജസ്സിന്റെ ഘനവുമായി നമ്മൾ തുലനം ചെയ്ത് കഴിയുമ്പോൾ ഈ കഷ്ടത എന്ന് പറയുന്നത് അല്പനേരം മാത്രമേ ഉള്ളൂ. As we compare our afflictions to the eternal glory that awaits us, then the affliction is light. യാക്കോബിന്റെ പുസ്തകം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം നോക്കാം. Let's go to James chapter 4 verse 6 please. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർത്ത് നിൽക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. But he gives more grace. Therefore he says, God resists the proud but gives grace to the humble. ഇവിടെ വായിക്കുന്ന ദൈവം ആർക്കാണ് അധികം കൃപ നൽകുന്നതെന്ന്. Here we see to whom the Lord gives more grace. ദൈവസന്നിധിയിൽ തന്നെത്താനെ താഴ്ത്തപ്പെടുന്ന ഒരു വ്യക്തിയുണ്ടോ അവന് ദൈവം ഇന്ന് പകൽക്കാലം അധികം കൃപ നൽകുവാൻ ആഗ്രഹിക്കുന്നു. If you are willing to humble yourselves before the Lord, then he will give you more grace. ദൈവത്തിന്റെ പാദപീഠത്തിൽ കടന്നു വരുമ്പോൾ അപ്പാ ഞാൻ ഒന്നുമില്ല എന്ന് പറഞ്ഞ് എന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് താഴ്ത്തി കൊടുക്കുന്നുവെങ്കിൽ ദൈവം ഇന്ന് പകൽക്കാലം നിങ്ങൾ വന്നതുപോലെയല്ല അധികം കൃപയോടെ ബലത്തോടെ ശക്തിയോടെ ഭവനത്തിലേക്ക് കടന്നു പോകുവാൻ ദൈവത്തിന്റെ ആത്മാവ് സഹായിക്കുവാനിടയായി തീരും. If you come into the Lord's presence and tell him, Lord, I am a nothing, then he will give you grace, strength and power to go back into your homes as a renewed person. ഇവിടെ വായിക്കുന്നത് നേരത്തെയുള്ള കൃപയല്ല, അതിനേക്കാൾ കൂടുതൽ അധികമായി പ്ലസ്സായി കൂടുതലായി കൃപ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം തരുവാനിടയായി തീരും. And then the Lord will give you more grace, more and more than what you had experienced till the previous day. യേശുവിനെ ഹല്ലേലൂയ താഴ്മ കാണുവാനിടയായി തീരും. ശിഷ്യന്മാരുടെ പാദവും കഴുകുവാനിടയായി തീർന്നു. Jesus was so humble that he was willing to wash the feet of his disciples. അത്രത്തോളം താഴ്ന്നത് മുഖാന്തരം എന്നറിയാമോ ഹല്ലേലൂയ ദൈവം അവനെ ഉയർത്തുവാനിടയായി തീർന്നു. And as he humbled himself, Father God raised him up above every other power. എവിടെ താഴ്മയുണ്ടോ അവിടെ മാത്രമേ ദൈവസന്നിധിയിൽ ഉയർച്ച ലഭിക്കത്തുള്ളൂ. Only if you show humility will the Lord raise you up. എഫേസ്യർ 2-ാം അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യം വായിക്കാം. Let's go to Ephesians chapter 2 verse 8 please. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ദാനമത്രയാകുന്നു. For by grace you've been saved through faith, and that not of yourselves, it is the gift of God. നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. We have been saved only by the grace of God. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്, അതിന് നമ്മൾ കാരണമല്ല, ദൈവത്തിന്റെ ഒരു ഗിഫ്റ്റ് ദാനം ദൈവം തന്നിരിക്കുകയാണ്. For by grace you have been saved, and that is not of yourselves, it is the gift of God. Praise the Lord, hallelujah. കൃപയാൽ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെന്ന് ആ ഗിഫ്റ്റ് ആര് കരസ്ഥമെന്ന് പൽക്കാലമാക്കും. How many of you are willing to go close to the Lord and receive that gift for yourselves? ഹല്ലേലൂയ. അത് ദൈവത്തിന്റെ കൃപയൊന്ന് മാത്രമാണ്. ആ കാൽവരി ക്രൂശിന്മേൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്ന യേശു കർത്താവിന്റെ ആ കൃപയിലേക്ക് നമുക്ക് അടുത്ത് ചെല്ലുവാനിടയായി തീരണം. Let us come close to the Calvary that the Lord gave us grace through and receive the grace. ഹല്ലേലൂയ. കൃപ വർദ്ധിക്കാതെ ഈ ലോകത്തിൽ നമുക്ക് ജീവിക്കുവാൻ പറ്റത്തില്ല. We cannot survive in this world without the grace of the Lord abounding in us. ലോകവും അതിന്റെ മോഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അല്ലെങ്കിൽ നമ്മുടെ ദൈവസ്ഥലിൽ നിന്ന് മാറ്റിക്കൊണ്ടു പോകുവാൻ നോക്കുന്ന സമയത്ത് ഇന്ന് പൽക്കാല ദൈവമക്കളോട് എനിക്ക് ഓർപ്പിക്കാനുള്ളത് ദൈവകൃപയെ നമ്മൾ വളരുവാനിടയായി തീരണം. As the world and its desires come close to us and choke our faith, we must come close to the Lord and receive grace more and more to sustain our Christian walk. എവിടെ വരെ വളരുവാനിടയായി തീരുന്നറിയാമോ? ക്രിസ്തുവിന്റെ തലയോളം വചനം എന്ന വായമില്ലാത്ത പാല് കുടിച്ച് ഓരോ ദിവസവും ദൈവസന്നിധിയിൽ നമ്മൾ വളർന്നു വരുന്നുവെങ്കിൽ ദൈവം അത് ആഗ്രഹിക്കുകയാണ്. We must be able to grow to the headship of Christ, and we must receive the pure milk that is the scriptures and continue growing in faith. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായത്തിന്റെ 21-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരാം. Let's go to Revelation chapter 22 verse 21 please. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളെല്ലാവരോടും കൂടി ഇരിക്കുമാറാകട്ടെ. ആമേൻ. The grace of our Lord Jesus Christ be with you all. Amen. പത്മോസ് ദ്വീപിൽ ഒറ്റയ്ക്ക് കിടക്കുന്ന യോഹന്നാന് അവസാനമായി വെളിപ്പാട് പുസ്തകം എഴുതി അവസാനിക്കുമ്പോൾ ഈ കൃപ നമ്മോട് കൂടെ എന്നും ഇരിക്കുന്നതാണ്. As John concludes with a postscript to the book of Revelations, he says, "The grace of our Lord Jesus Christ be with you all." അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയാണ്. And that is the grace of the Lord Jesus Christ. അത് ദാനമായി ദൈവം നൽകിയതാണ്. It is a free gift of God. അതിന് പൈസ ഒന്നും മുടക്കേണ്ട ആവശ്യമില്ല. It is completely free. നേർച്ച കാഴ്ചകൾ കൊടുക്കേണ്ട ആവശ്യമില്ല. It does not involve us giving us the Lord anything. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ ദാനമായി നൽകുന്നതാണ് ദൈവത്തിന്റെ കൃപ. If you approach the Lord in faith, then he will freely give it to you. എങ്ങനെ കൃപ പ്രാപിക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം.
So let us re-examine how we can obtain grace. ഒന്നാമത് നമ്മൾ പാപം ചെയ്യുവാൻ പാടില്ല. Firstly, we must not sin. രണ്ട്, സ്തോത്രത്തിൽ നമ്മൾ വർദ്ധിച്ചു വരുവാനിടയായി തീരണം. Secondly, we must abound in praise and worship. മൂന്നാമത് കാണുന്നത് ഉപവാസത്തിലും പ്രാർത്ഥനയിലും മുന്നേറുവാനിടയായി തീരണം. Thirdly, we must sustain ourselves through prayer and fasting. നാലാമത് കാണുന്നത് കഷ്ടത വർദ്ധിക്കുമ്പോൾ കൃപ നമുക്ക് മേൽ പെരുകുവാനിടയായി തീരും. Fourthly, we can see that in affliction the grace of Lord abounds. അഞ്ചാമത് കാണുന്നത് ദൈവസ്ഥലിൽ നമ്മളെ തന്നെ താഴ്ത്തി കൊടുക്കുമ്പോൾ ദൈവസ്ഥലിൽ കൃപ വർദ്ധിക്കുവാനിടയായി തീരും. Fifthly, we can see that as we humble ourselves before the Lord, then the grace of Lord will find you. ആറാമത് കാണുന്നത് നമ്മൾ നീതിമാനും വിശുദ്ധിയും ഉള്ള വ്യക്തിയാണെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ കൃപ വർദ്ധിക്കുവാനിടയായി തീരും. Sixthly, if we act with justice and righteousness before the Lord, then He will give us grace. ഇന്ന് പൽക്കാലം ആ ദൈവകൃപയ്ക്ക് വേണ്ടി എത്ര പേര് അധികമായി ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കും? Today, how many of you are willing to pray more for the grace to come into your lives once again? ദൈവത്തിന്റെ കൃപ അധികമായി നമ്മുടെ മേൽ തരുവാൻ ദൈവം സർവശക്തനായ ദൈവമാണ്. The Lord is capable of making His grace abounding in us. എന്നാൽ താഴ്മയോടെ വിനയത്തോടെ ദൈവകൃപയോടെ ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുമ്പോൾ നമുക്ക് ധാരാളമായി കൃപ പ്രാപിച്ച് സന്തോഷത്തോടെ ഭവനത്തിലേക്ക് മടങ്ങി പോകുവാനിടയായി തീരും. But if we are able to approach the Lord in humility and lowliness, then the Lord is capable of giving us His grace and receive it into our lives. എസ്തേറിന്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നുമ്പോൾ കാണുവാനിടയായി തീർന്നത് എസ്തേറിന് രാജാവ് കൃപ കൊടുക്കുവാനിടയായി തീർന്നു. In the book of Esther, we see that she received the grace of the king. ഹാമാന് ഹല്ലേലൂയ വലിയ കഴുമരമുണ്ടാക്കി മൊർദെഖായിയെ തൂക്കുവാൻ നോക്കിയ സമയത്ത് ഹല്ലേലൂയ ഹാമാൻ തന്നെ അതിനകത്ത് തൂങ്ങുവാനിടയായി തീർന്നു. Evil Haman prepared gallows for Mordecai, but he himself was hanged on it. അവിടെ നിന്ന് അറിയാമോ, ദേശത്തിലുള്ള യഹൂദന്മാർ മുഴുവനും ഉപവസിക്കുവാനും പ്രാർത്ഥിക്കുവാനും തുടങ്ങി. And why did that change? It is because all the Jews in that land started praying and fasting. ഹല്ലേലൂയ. ഉപവാസത്തിലും പ്രാർത്ഥനയിലും പുറകോട്ട് പോകുവാനല്ല, ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കടന്നു വരുമ്പോൾ ആ ദൈവത്തിന്റെ കൃപയിൽ ദൈവം നമ്മളെ ഓരോ ദിവസവും വഴി നടത്തുവാനിടയായി തീരും. We should not decline in our prayer and fasting, but we must continue to grow in it, and then the grace of the Lord will abound in your lives. ഹല്ലേലൂയ. ഈ ദിവസങ്ങൾ നമ്മൾ ദൈവമക്കൾ കൃപയിൽ വർദ്ധിച്ചു വരുവാനിടയായി തീരട്ടെ. Today, may the grace abound in all of your lives. ദൈവം അത് ആഗ്രഹിക്കുന്നു പൽക്കാലം. The Lord desires that in your lives. ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ നമ്മുടെ കാതുകളെ ദൈവത്തിലേക്ക് സമർപ്പിപ്പാനിടയായി തീരണം. Let us submit our ears so that we can hear His word. ഹല്ലേലൂയ. നമ്മുടെ ഭവനത്തിൽ ഇരിക്കുകയല്ല ചെയ്യേണ്ടത്, ആരാധന കടന്നു വന്ന് ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ സത്യത്തിൽ ആത്മാവിലും ആരാധിച്ചു കഴിയുമ്പോൾ ആ ദൈവകൃപയിലും ദൈവ തേജസ്സിലും വർദ്ധിച്ചു വരുവാനിടയായി തീരും. As we come into His presence and worship Him, then the grace of the Lord will continue to abound in your lives. ജ്ഞാനിയായ ശലോമോന് സദൃശവാക്യം 22 പറയുന്നത്, നമ്മൾ ലോകപ്രകാരം ജോലിക്കോ മറ്റു കാര്യങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ നിനക്ക് സമ്പത്ത് വർദ്ധിക്കും, പൊന്നു വർദ്ധിക്കും, ഹല്ലേലൂയ സ്തോത്രം, വെള്ളി വർദ്ധിക്കും. എന്നാൽ അതിൽ ഏറ്റവും വലുതെന്ന് പറയുന്നത് നിത്യത വരെ കൊണ്ടുപോകാൻ പറ്റുന്നത് കൃപയൊന്നു മാത്രമേ ഉള്ളൂ. King Solomon, the wisest of the wise, reminds us that if we continue to overwork ourselves, we might obtain great riches and silver and gold, but it will not give us the loving favor of God which sustains us throughout our lifetime and into eternity. സദൃശവാക്യം 22 4 വാക്യം നമുക്ക് നോക്കാം. Let's go to Proverbs chapter 22 verse 4 please. By humility and the fear of the Lord are riches and honor and life. ഇവിടെ കാണുന്നത് താഴ്മയെ പറ്റി കാണുവാനിടയായി തീരും. താഴ്മയ്ക്കും യഹോഭക്തിക്കും ഒരു പ്രതിഫലമുണ്ടെന്ന് കാണുവാനിടയായി തീരും. Here we see once again the term humility being used, and if we have humility, then the Lord will reward us with riches and honor and life. താഴ്മയുള്ളവന് ദൈവം കൊടുക്കുന്നത് ധനം കൊടുക്കും, മാനം കൊടുക്കും, ജീവനും കൊടുക്കുവാനിടയായി തീരും. If you exhibit humility in your lives, then the Lord will reward you with riches, with honor, with life. യേശു കർത്താവ് ലോകത്തിലേക്ക് കടന്നു വന്നത് സമൃദ്ധിയായ ജീവൻ നൽകുവാൻ വേണ്ടിയാണ്. The Lord Jesus came into this world so that we might receive abundant life. നല്ല ഇടയനായ കർത്താവ് സമൃദ്ധിയായ ജീവൻ നമുക്ക് നൽകുവാനിടയായി തീരും. Lord Jesus, who is the good shepherd, will give you abundant life. അത് ദൈവസ്ഥാനിലിരിക്കുന്ന ദൈവമക്കള് ഹല്ലേലൂയ ദൈവം നമുക്ക് നൽകിയ നന്മകളെ ഓർത്തുകൊണ്ട് ദൈവസ്ഥാനിൽ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുവാനിടയായി തീരണം. And we must remind ourselves of this fact, and as we come into the Lord's presence, praise and worship Him, bearing this in mind. ആറാമത്തെ വാക്യം വായിക്കാം. Let's go to verse 6 please.
Train up a child in the way he should go, and when he is old, he will not depart from it. ഹല്ലേലൂയ. ബാലനെ പറ്റി, ചെറുമക്കളെ പറ്റി പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം അഭ്യസിപ്പിക്കുവാൻ പഠിക്കുവാനിടയായി തീരണം. Here we are reminded that for a child, he must be taught at a very young age what the word of the Lord is. ആ ദൈവത്തിന്റെ വചനം പഠിക്കുന്നത് അവർ ഒരിക്കലും മറന്നു പോകത്തില്ല എന്ന്. And what is taught at that young age will never depart from him. യഹൂദന്മാരെ മുസ്ലിങ്ങളെ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ മക്കളെ ചെറുപ്രായത്തിൽ തന്നെ സിനഗോഗിലും ഹല്ലേലൂയ സ്തോത്രം മോസ്കിലും അയച്ച് അവരുടെ ഹല്ലേലൂയ പുസ്തകങ്ങളെ പഠിപ്പിക്കാറുണ്ട്. If we look at the Muslim and the Jewish community, we can see that they teach their young kids at a very young age in the synagogues and in the mosque. ആ ചെറുപ്രായത്തിൽ ദൈവത്തിന്റെ വചനം അവരുടെ ഹൃദയത്തിൽ വീണ് കഴിഞ്ഞാൽ അത് പിന്നത്തേൽ 30 100 മേനിയായി വിളയുവാനിടയായി തീരും. So if we teach our kids the scriptures, then it will reap in their lives 30-fold, 60-fold and 100-fold. Praise the Lord. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വചനം അഭ്യസിപ്പിച്ച് വരും കാലങ്ങളിൽ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനിടയായി തീരണം. So let us raise up our children and teach them the scriptures at a very young age so that they become useful to the Lord in their coming lives. ഈ ലോകത്തിലുള്ള മറ്റു പുസ്തകങ്ങളെ പോലെയല്ല ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ള ദൈവത്തിന്റെ വചനമാണ്. The book of the Lord is not like any other book, but it is filled with life and strength. ഈ വചനം ഹൃദയത്തിന്റെ ആഴത്തിൽ കടന്ന് പ്രവർത്തിപ്പാനിടയായി തീരും. And this will go into the depth of your hearts and operate there. പാപികൾക്ക് രൂപാന്തരം വരുത്തുവാനിടയായി തീരും. It will bring transformation to sinners. രോഗികൾക്ക് സൗഖ്യം പ്രാപിക്കുവാനിടയായി തീരും. It will bring healing to sick people. കഠിനമായുള്ള ഹൃദയത്തെ മെഴുകുപോലെ ഉരുക്കുവാനിടയായി തീരും. It will melt even the hardest of hearts. ഇത് ഇരുവായത്തിലുള്ള വാളുള്ള വചനമാണ്. It is a two-edged sword. ഇത് മൂർച്ചയുള്ളതാണ്. ശക്തി മഞ്ഞുകളെ തുളച്ചു കൊല്ലുന്ന ദൈവത്തിന്റെ വചനമാണ്. It is a sharp sword that is able to separate flesh from bone. ഇത് കടന്നു ചെല്ലാത്ത ഒരിടം പോലും ഇല്ല. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും മുക്കിലും മൂലിലും ദൈവത്തിന്റെ വചനം ചെല്ലുവാനിടയായി തീരും. And there is no place on earth where the scripture has not been found. It has gone to all the countries of the world. ഈ വചനത്തിന് മുൻപാകെ നമ്മളെ തന്നെ സമർപ്പിക്കുവാനിടയായി തീരണം. Today let us submit ourselves before the scriptures of the Lord. അല്ല, ഈ വചനം നമ്മുടെ ഹൃദയത്തോട് സംസാരിപ്പാനിടയായി തീരും. Let the scriptures speak to your hearts. അടുത്ത ഒരാഴ്ച ജീവിക്കുവാൻ ആവശ്യമുള്ള കൃപ നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. The word of the Lord is capable of giving you the grace to continue your life forward. തേനിലും തേൻകട്ടിലും മാധുര്യമുള്ളതാണ് ദൈവത്തിന്റെ വചനം. It is sweeter than honey and honeycomb. അണ്ണാക്കിനും മധുരമുള്ളതാണ് ദൈവത്തിന്റെ വചനം. It is sweetness to your mouth. അത് ഓരോ ദിവസം നമ്മൾ കണ്ടെത്തി ഭക്ഷിക്കുവാനിടയായി തീരണം. And we must be capable of finding it every day and having it. അത് നമ്മുടെ അകത്തെ മനുഷ്യന് ബലം പ്രാപിക്കുവാനിടയായി തീരും. And we will see our inner man renewing his strength as we read the scriptures. നേരത്തെ വായിച്ചതുപോലെ പുറമേ ഉള്ളവൻ ക്ഷയിച്ചാലും അകമേ ഉള്ളവൻ നാൾക്കുനാൾ വർദ്ധിച്ചു വരുവാനിടയായി തീരും. Even if our outer man is getting weaker and weaker, as we read the scriptures, our inner man will renew his strength. അതുകൊണ്ട് ചെറുപ്രായത്തിൽ തന്നെ ഈ ദൈവത്തിന്റെ വചനം അഭ്യസിച്ച് പഠിച്ച് വരും കാലങ്ങളിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ നമ്മളെ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. So let us submit ourselves at a very young age to the teaching of the scriptures and let us renew our strength. ഈ വചനങ്ങളായ ദൈവമായ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. May the Lord bless us by these words. Praise the Lord. Hallelujah.